പത്തനംതിട്ട ഗവിയിൽ യുവതി ക്രൂരമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ കുടുംബത്തിന് അടിയന്തരമായി 11 ലക്ഷം രൂപയുടെ സഹായം പ്രഖ്യാപിച്ചു. 5 ലക്ഷം രൂപ വീതം KFDSEയും പെരിയാർ ടൈഗർ റിസർവും 1 ലക്ഷം രൂപ ജില്ലാ കളക്ടറും നൽകും. കൂടുതൽ തുക നൽകാനുള്ള പ്രപ്പോസൽ സർക്കാർ തലത്തിൽ അവതരിപ്പിക്കും. കൊല്ലപ്പെട്ട യുവതിയുടെ കുട്ടിയുടെ വിദ്യാഭ്യാസ ചെലവ് കോന്നി MLA KU ജനീഷ് കുമാർ സ്പോൺസർ ചെയ്യും. വിവരങ്ങളുമായി പ്രസാദ് ദംജെ ചേരുന്നുണ്ട്. പ്രസാദ്, എന്തായാലും അടിയന്തര ധനസഹായമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ഗവിയിൽ യുവതി കൊല്ലപ്പെട്ട വിഷയത്തിലാണ് ഇപ്പോൾ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് 2 ദിവസം മുമ്പാണ് ഈ ഗവിയിലെ ഈ വനപ്രദേശത്തെ അങ്കണവാടി വർക്കറായിട്ടുള്ള യുവതി കൊല്ലപ്പെട്ടത്. അപ്പോൾ അതിനുശേഷം പ്രതി ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുകയും മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. റിമാൻഡ് തടവുകാരനായിട്ട് മാറ്റിയിട്ടുണ്ട്. ഈ സംഭവ സ്ഥലം ഇന്നലെ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർ നിസാമുദ്ദീനും ജില്ലാ പോലീസ് മേധാവി R ആനന്ദും ഇന്നലെ ഈ സംഭവസ്ഥലം സന്ദർശിക്കുകയും അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ കണ്ടതിന് ശേഷമാണ് ഈ തുക ഈ ഇനാമ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 5 ലക്ഷം രൂപയുടെ 2 തുക, അതായത് പെരിയാർ ടൈഗർ റിസർവ് ഫോഴ്സും പിന്നെ തന്നെ KFDSEയുടെയും 5 ലക്ഷം രൂപയുടെയും 1 ലക്ഷം രൂപ കളക്ടറും ധനസഹായമാണ് അടിയന്തരമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടുതൽ തുക കിട്ടാനുള്ള ശുപാർശ ഉടൻ തന്നെ സർക്കാരിലേക്ക് അയക്കുമെന്ന് ജില്ലാ ഭരണകൂടം കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്കൂൾ വിദ്യാഭ്യാസം ചെയ്യുന്ന ഒരു കുട്ടിയാണ് ഈ മരിച്ച യുവതിക്കുള്ളത്. ആ കുട്ടിയുടെ വിദ്യാഭ്യാസ ചെലവ് കോന്നി MLA KU ജനീഷ് കുമാർ നിർവഹിക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഗവി ഉൾപ്പെടെയുള്ള സ്ഥലം കോന്നി നിയോജക മണ്ഡലത്തിലാണ് വരുന്നത്. അതുകൊണ്ടാണ് KU ജനീഷ് കുമാർ ഏറ്റെടുക്കുമെന്ന് നമ്മൾ മാധ്യമങ്ങളെ അറിയിച്ചിട്ടുള്ളത്. ബാക്കി ഈ ഭാഗത്തേക്ക് പോകുന്ന സ്ഥലം അരുണിമ, ഏകദേശം പത്തനംതിട്ട ജില്ലയിൽ നിന്ന് 150 കിലോമീറ്റർ ദൂരെയാണ്. ഗവി കൊടും വനമാണ്. ആ വനപ്രദേശത്തെ ആദിവാസികളും പിന്നെ ആദിവാസികളാണ് ഏറ്റവും കൂടുതൽ താമസിക്കുന്നത്. നാട്ടുകാരെ പര്യാപ്തമായ രീതിയിലാണ് ഗവിയിൽ താമസിക്കുന്നത്. തുടർന്ന് ശ്രീലങ്കയിൽ നിന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഭയാർത്ഥികളായിട്ട് എത്തിയിട്ടുള്ള കുറെ ശ്രീലങ്കൻ കുടുംബങ്ങളല്ലാതെ തന്നെ മറ്റൊന്നും ഗവിയിൽ താമസമില്ല. വാഹനങ്ങളൊക്കെ വളരെ അപൂർവമായിട്ട് ഈ വിനോദസഞ്ചാരികൾക്ക് വളരെ അപൂർവമായിട്ട് എത്താറുള്ളൂ. ഈ വാഹന സൗകര്യം അപര്യാപ്ത ആയതുകൊണ്ട് വനത്തിലൂടെയാണ് ഈ സാധാരണക്കാർക്കും നാട്ടുകാർക്കും ഒക്കെ ഈ സ്കൂളുകളിലും മറ്റു അംഗനവാടികളിലും ഒക്കെ നടന്നു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പം ഈ മേഖലയിലെല്ലാം നിരീക്ഷിക്കാൻ അടിയന്തരമായി പോലീസിന്റെ സേവനവും മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ ഒരുക്കുമെന്ന് ഇന്നലത്തെ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം മൃതദേഹം സംസ്കരിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം നമുക്ക് അവിടുന്ന് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഈ പ്രതിയെ ചോദ്യം ചെയ്യാൻ ഗവിയിലെത്തിക്കുമ്പോൾ സംഘർഷമുണ്ടാകാനുള്ള ഒരു സാധ്യത അവിടുത്തെ സമീപവാസികളായിട്ടുള്ള നാട്ടുകാരും ഒക്കെ മാധ്യമങ്ങളോട് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും സുരക്ഷ മുൻനിർത്തിയായിരിക്കും ഈ പ്രതിയെ വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവെടുപ്പിനായിട്ട് അവിടെ എത്തിക്കുന്നത്. അരുണിമ, ശരി, വ്യക്തമാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് പ്രസാദം ചെയ്യണം.